ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നെപ്പോലെ ഇപ്പം ബിഗിനേഴ്സിന് എങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ടാക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം തന്നെ പറയട്ടെ, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മുഖം വെളുക്കാനോ അങ്ങനെയുള്ളൊരു കാര്യമല്ല. നമ്മൾ മുഖത്തിന് കുറച്ച് ഫുഡ് എടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സ്കിന്നിനെ കുറിച്ച് നമ്മൾ കെയർ ചെയ്യുക, സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ബിഗിനേഴ്സിന് സ്റ്റാർട്ടാക്കാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ സ്കിന്ന് അധികം കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. ലൈക്ക് ഒരു തരത്തിലുള്ള മുഖത്ത് ഞാൻ ഒന്നും അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, സൺസ്ക്രീൻ ഇടില്ല, മോയ്സ്ചറൈസർ ഇടില്ല, ഒരു കാര്യവും ചെയ്യാത്ത ഒരാളായിരുന്നു. പോവുക വരിക. പക്ഷേ കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടെ എനിക്ക് ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ മുഖത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. ലൈക്ക് അപ്പോൾ അത്രയധികം നല്ല ടാൻ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്. വലിയ വലിയ സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലെടുക്കാറില്ലായിരുന്നു, വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു അണുപോലെ ചെയ്യുന്നതാണ്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് പറയാമെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് കടക്കാം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ ഒരു ടാൻ റിമൂവൽ. ടാൻ റിമൂവൽ എന്ന് പറയുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടാതെ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഡാർക്കായിട്ടുണ്ടായിരിക്കും, ഒരു ഡസ്റ്റൊക്കെ അടിച്ച് നമ്മൾ സ്കിന്നിൽ മൊത്തം അത് അബ്സോർബായിട്ട് ഇരിക്കുകയായിരിക്കും. സോ അത് നമ്മൾ മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നായിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പം അതിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ കോഫി പൗഡർ 5 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ കിട്ടും. നമുക്ക് ഒരു ചെറിയ ബാറ്റിൽ കോഫി പൗഡർ കിട്ടും. ഇതൊരു കോഫി പൗഡർ ഒരു 2 ടീസ്പൂൺ എടുക്കുക. അതിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എത്രയാണോ ഒരു പാലെടുക്കുക. പിന്നെ നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ, വീട്ടിൽ കിട്ടുന്ന അരിപ്പൊടി, അതും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്ത് എന്ന് വെച്ചാൽ അധികം ലൂസും ആവരുത്, അധികം കട്ടിയുമാകരുത്. എന്നിട്ട് അത് നമ്മൾ വെച്ച് ചൂടാക്കുക വെച്ചാൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മുഖത്തിങ്ങനെ അബ്സോർബ് ചെയ്യുക. തിളച്ച അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചൂടിൽ മാത്രം ചെയ്യുക. എന്നിട്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഈ കോഫി പൗഡർ കൊണ്ടുള്ള ഒരു പാക്ക് ഉണ്ടല്ലോ, അതെനിക്ക് അത്യാവശ്യം വർക്കാകാത്തൊരു കാര്യമാണ്. അത് ഞാൻ ഒരാഴ്ചയിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു 3 ദിവസമെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇടവിട്ടായാലും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ നമുക്ക് ഫേസിൽ നന്നായിട്ട് വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ടാൻ റിമൂവലിന് സഹായിച്ചൊരു കാര്യമാണ് ഈ ഫോക്സ് ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ഇതെൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ പറ്റിയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് അത്യാവശ്യം നല്ല ഒരു ടാൻ റിമൂവൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫോക്സ് ടെയിലിൻ്റെ ഒരു സൺസ്ക്രീൻ. ഇത് ഫോക്സ് ടെയിലിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഏത് സാധനം വേണോ വാങ്ങാം. ഞാനിപ്പോൾ ഫോക്സ് ടെയിലിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പാക്ക് ഒരാഴ്ചയിൽ 1-2 ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 3-4 ദിവസമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇപ്പോൾ അധികം പൈസ എടുക്കാനില്ലാത്തവരാണ്, നിങ്ങൾക്കത് പൈസ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിയാലും മതി. ആരും പിടിച്ച് നമ്മൾ അടിക്കുകയൊന്നുമില്ല താമസിച്ചെന്ന് പറഞ്ഞു. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റ്സും കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കരുത്. എൻ്റെ ഒന്നും ഒരു 10 പൈസ എടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൈസ ശേഖരിച്ചും കൂട്ടി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നതാണ് മോയ്സ്ചറൈസർ നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങാൻ നോക്കുക. കാരണം നമ്മുടെ ഫേസിലും നമ്മുടെ ഇപ്പം ലിപ്പായാലും ഫേസ് ആയാലും അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മുടെ ഫേസും. അപ്പം നമ്മൾ ഈ വില കുറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് ബാഡായിട്ട് നമ്മളെ ഫേസിനെ ബാധിച്ചേക്കാം. സോ നിങ്ങൾ അത്യാവശ്യം ഗുഡായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ വാങ്ങാൻ നോക്കുക. ഒരു 300-500 റേഞ്ചിനുള്ളിലുള്ളത് എല്ലാം നല്ല പ്രൊഡക്ട്സാണ്. അപ്പോൾ ഈ ഒരു റൂട്ടീനായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, പിന്നെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക. ഞാനൊരു വലിയ ഇത്രയുള്ളൊരു കുപ്പിയിലുള്ള വെള്ളം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കുടിച്ചിരിക്കും. അത്യാവശ്യം നല്ല വ്യത്യാസം കാണും. എല്ലാവരും ഈ ഡോക്ടേഴ്സൊക്കെ പറയുന്നതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ അധികം ഗ്ലോ ഉണ്ടാകും.